എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ഗാഥയ്ക്ക് മനോധൈര്യമൊക്കെ കൊടുക്കുകയാണ് നന്ദ. കോടതിയിൽ പോയിട്ട് എങ്ങനെ പറയണ, ഗാഥയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കോടതിയിൽ പോകുന്ന കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ടെൻഷനാണ്. പിന്നീട് ഗാഥയെ വിളിച്ചിരുത്തി നന്ദ ഗാഥനെ ഉപദേശിക്കുന്നുണ്ട്, അതിന്റെ വിശേഷങ്ങളും. അതോടൊപ്പം തന്നെ ബാലാജി തന്റെ പ്ലാനുകളൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങി, ഗാഥയെ അവിടെ നിന്ന് പുറത്തിയാടിക്കാളെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു വാവച്ചൻ മഹേഷിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ദീവരത്തിലേക്ക് എത്തുന്നുണ്ട്. ഇന്ദീവരത്തിലെത്തിയ വാവച്ചനോട് മഹേശ്വരൻ പറഞ്ഞു, എല്ലാം തകർന്നു വാവച്ച, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. ഇത് കേട്ടതും വാവച്ചൻ പറഞ്ഞു, അല്ല മഹേശ്വരൻ സാർ എന്തിനാ വിഷമിക്കണേ, സങ്കടപ്പെടേണ്ട ആവശ്യമില്ലോ എന്ന് പറയണം. അല്ല വാവച്ച, അവളുണ്ടല്ലോ നന്ദ, അവൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല ഗാഥേനെ ഇവിടുന്ന് പുറത്തിറക്കാനായിട്ട്, ഹേമന്തിൻ്റെ കൂടെ പറഞ്ഞു വിടാനായിട്ട്. നമ്മളുണ്ടാക്കിയ സാങ്കല്പിക കഥാപാത്രമായിരുന്നു രാജേന്ദ്രൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ബാലാജി അവൻ എന്നെ ചതിച്ചെന്ന് പറയണം. ഇത് കേട്ടത് വാവച്ചന് ഒന്നും അറിയത്തില്ലാത്ത പഠിച്ചു. എന്ത് പറ്റി? ദേ അവനാണ്ട് ഹേമന്ത് എന്ന് പറഞ്ഞ ഒരുത്തനെ, ഒരു മുറച്ചെറുക്കനെ പറഞ്ഞു വിട്ടിരിക്കുക. ആകെപ്പാടെ കുഴഞ്ഞു. അവന്റെ കൂടെ പറഞ്ഞു വിടണമെന്നാ പറഞ്ഞേക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് കേട്ടപ്പോൾ വാവച്ചൻ പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും മഹേശ്വരൻ സാറേ, ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞല്ലോ എന്ന് പറയണം. വാവച്ചൻ അപ്പോഴാണ് ശ്വാസം നേരെ വീണേ. മഹേശ്വരൻ സാർ അറിഞ്ഞിട്ടില്ല താനാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ള. എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കില്ല, താൻ ഈ ഭൂമിക്ക് മീതെ കാണത്തില്ലായിരുന്നു. ബാബച്ചൻ പറഞ്ഞു, സാർ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എങ്ങനെ ഗാഥേനെ ഇവിടുന്ന് പുറത്തിറക്ക്, ഹേമന്തിനോട് പറഞ്ഞു വിട്, അതെല്ലാം നല്ല കാര്യം. ഇപ്പൊ സാറിന്റെ നിലനിൽപ്പല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇത് കേട്ട പറഞ്ഞു, എന്റെ സ്വന്തം ചോരയല്ലേ അവള് ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കണം എന്ന് ചോദിക്കണം. ഇതേ സാറേ, സെന്റിമെന്റ്സ് ഒന്നും വെച്ചോണ്ടിട്ടൊരു കാര്യമില്ല. ഇന്ത്യവരത്തിലും പിന്നെ സാറിന് സമൂഹത്തിലുള്ള നിലവിലയൊക്കെ ഉണ്ട്. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഗാഥനെ അങ്ങ് വിട്ടുകൊടുക്കുന്നതല്ലേ. പിന്നെ ഗാഥനയാൾ ഉപദ്രവിക്കാൻ കൊണ്ടുപോകുന്നൊന്നുമല്ലോ, എവിടെയായാലും ജോലിക്ക് വിടും. ഗൾഫിലോ പുറത്ത് എവിടെയായാലും പോയി ജോലിയൊക്കെ ചെയ്ത് കുറച്ചാൾ അവിടെ കഴിയട്ടെ. ഒരു 5-6 വർഷം കഴിയുമ്പോൾ അവളും കൂടി തിരിച്ചു വന്നോളും. ബാലാജിയുടെ കേസും കൂട്ടെല്ലാം കഴിയുമ്പോൾ തിരിച്ചു വരും. പിന്നെ സാറിന് എന്താ കുഴപ്പം? പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ആണേലും ഒരു കുഴപ്പം കൂടാതെ നടന്നോളൂല്ലോ. പിന്നെ സാർ എന്തിനാ ഈ കാര്യത്തിൽ വിഷമിക്കണേന്ന് ചോദിക്കുകയാണ്. എടോ അതല്ല, എനിക്കിപ്പം അത് സമ്മതമാണ് അവളെ പറഞ്ഞു വിടാനായിട്ട്. ഇനിയിപ്പൊ വേറെ നിവൃത്തിയില്ല, അങ്ങനെ ചെയ്യാം. പക്ഷെ നന്ദ അവള് സമ്മതിക്കുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വാവച്ചൻ പറഞ്ഞു, സാറേ ഒരു കാര്യം സൂക്ഷിക്കണം, സാറിന്റെ മരുമോണ്ടല്ലോ നന്ദ, അവളെ സൂക്ഷിക്കണം. അവൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സാറിന്റെ നല്ല പണി തരുമെന്ന് പറയാണ്. അതുകൊണ്ട് സാറ് ഇവിടെ നല്ല മനോധൈര്യം കാണിച്ച് സാറാണ് നിൽക്കേണ്ടത്. എന്ത് വന്നെന്ന് പറഞ്ഞാലും ഗാഥനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവണമെന്ന് പറയാം. സെന്റിമെന്റ്സും വെച്ചുകൊണ്ടിട്ട് കാര്യമില്ലെന്ന് പറയാണ്. അങ്ങനെ വാവച്ചൻ മഹേഷിന്റെ മനസ്സിൽ ധൈര്യം കൊടുത്തിട്ട് അങ്ങ് പോകുന്നത്. പിന്നീട് പോകുന്ന വഴിക്ക് പിങ്കിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. പിങ്കിനെ കണ്ടുകഴിഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞു, എനിക്ക് ഗാഥയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം. അവളുടെ ചെമ്പമേട്ടിലെ വീട്, അവിടെ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, എങ്ങനെയാന്നുള്ള അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വാവച്ചൻ പറഞ്ഞു, അല്ല പിങ്കി മോളെ, അതിനെക്കുറിച്ചുള്ള ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലേ, പിന്നെ എന്താ ഈ കൂടുതൽ അറിയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല വാവച്ച, എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സംശയങ്ങളൊക്കെ ശരിയാണെന്ന് എനിക്കറിയണം. നന്ദയും ഗാഥയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. വാവച്ചനൊരു കാര്യം ചെയ്യണം, അതിനെക്കുറിച്ച് എനിക്കൊന്ന് അന്വേഷിച്ച് എനിക്കൊന്ന് പറയണമെന്ന്, എന്നോടൊന്ന് പറയണമെന്ന് പറയണം. ഫസ്റ്റ് വാവച്ചനെ തന്നെ ഏൽപ്പിച്ചു വിട്ടേക്കുന്നത് അന്വേഷിക്കാനായിട്ട്. ഇതായിട്ട് വാവച്ചനുള്ള ചിരിക്കുവാണ്. പിന്നീട് വാവച്ചൻ പോവാണ്. ഈ സമയത്താണെങ്കിൽ ഗാഥ വല്ലാത്ത ടെൻഷനിലായിരുന്നു. ഗാഥയുടെ ഉള്ളിൽ നിറയെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളാ തന്നെ ഹേമന്തിൻ്റെ കൂടെ പറഞ്ഞു വിടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്ങോട്ടെ തല്ലാനാണോ കൊല്ലാനാണോ വളർത്താനാണോ ഒന്നും അറിയത്തില്ല. അപ്പൊ ബാലാജിയുടെ അടുത്തേക്ക് എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. അയാൾ തന്നെ ഇവിടെ നാട് കടത്തുള്ളൂ. അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഗാഥയുടെ അടുത്തേക്ക് നന്ദ വരുവാണ്. നന്ദേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗാഥ പെട്ടെന്ന് നന്ദേച്ചി എന്നും പറഞ്ഞുകൊണ്ട് വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്താ പറ്റി, എന്ത് വെച്ച് മോളേന്ന് ചോദിക്കണം. എനിക്കറിയില്ല നന്ദേച്ചി, എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയണേ. എന്തിനാ? അച്ഛൻ പറഞ്ഞു ഓർത്തിട്ടാണോ? അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ, മോള് ധൈര്യമായിട്ടിരുന്നോ. ഈ നന്ദേച്ചി ഇല്ലേ കൂടെ, മോള് പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നേ? പിന്നെ എന്ത് വന്നാലും നമ്മൾ നമ്മുടെ ധൈര്യം കൈവിടില്ല. ബാലാജി അയാൾ വെറുതെ ഇരിക്കും നന്ദേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഹേമന്തിനെ പറഞ്ഞു വിടുന്നല്ലേ പറഞ്ഞേ. അവൻ വന്നേമ്പോൾ ഞാൻ അവൻ്റെ കൂടെ പോയില്ലെങ്കിൽ എന്താ പിന്നെ സംഭവിക്കുന്ന അറിയത്തില്ല. അച്ഛൻ്റെ ഇവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കും. അച്ഛൻ്റെ ജീവിതം തകരില്ലേ ഞാൻ കാരണം. എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, എപ്പോഴാണെങ്കിലും സത്യങ്ങളെല്ലാം എല്ലാവരും അറിയും. ഇന്ന് അച്ഛനെ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ എല്ലാവരും അറിയല്ലേ, അപ്പോഴെന്ത് ചെയ്യും? അച്ഛനോട് ഞാൻ മുമ്പേ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, എന്തും എപ്പോഴും എന്തും നേരിടാനായിട്ട് സന്നദ്ധനായിട്ട് ഇരിക്കണമെന്ന്. അപ്പം അച്ഛൻ ഒരേ വാശിയിൽ തന്നെ ഇരിക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ കാര്യത്തിൽ എനിക്ക് അച്ഛനോടൊപ്പം നിൽക്കാൻ പറ്റില്ല, എനിക്ക് നിന്നോടൊപ്പം നിൽക്കാനോ പറ്റുള്ളൂ എന്ന് പറയാണ്.
അല്ല നിന്റെ തീരുമാനം എന്താ, നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത് ചോദിക്കുവാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗാഥ പറഞ്ഞു, എൻ്റെ തല പോയാലും ശരി നന്ദേച്ചി, ഞാൻ കോടതിയിലെ സത്യമേ പറയുള്ളൂ, ഞാൻ കണ്ട കാര്യങ്ങളെ പറയുള്ളൂ, അയാൾക്കെതിരെ ഞാൻ മൊഴി കൊടുക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഇതാ വേണ്ടത്, ഇങ്ങനെ സത്യത്തിനൊപ്പം നീ നിൽക്കണം, അതാ എനിക്കും ആവശ്യം എന്ന് പറയണം. ഇനി നിന്നെ ഒരു ശക്തിക്കും പിന്നെ നിന്നെ തടയാൻ കഴിയില്ല, എന്തിനും ഏതിനും നിന്നോടൊപ്പം ഞാനുണ്ടാവുമെന്ന് പറയാം. പക്ഷെ നന്ദേച്ചു അതിനകത്തൊരു പ്രശ്നമുള്ളത്, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥ, ആ കള്ളക്കഥയുടെ പേരിൽ ആ നമുക്ക് തന്നെ കുരിശായിരിക്കുമല്ലേ ഹേമന്ത്, ആ കുരിശിൽ നിന്ന് നമ്മൾ എങ്ങനെ തലയൂരുന്ന് ചോദിക്കണം. ഇത് കേട്ട നന്ദ പറഞ്ഞു, വരട്ടെ, സമയമുണ്ടല്ലോ, ഹേമന്ത് വന്നാൽ ഒരു കാരണവശാലും നിന്നെ ഹേമന്തിനോട് പറഞ്ഞു വിടാൻ പോകുന്നില്ല. അവൻ ഇനിയിപ്പോൾ തലയും കുത്തി കിടന്ന് മറന്നു പറഞ്ഞാലും അവനോടൊപ്പം നിന്നെ പറഞ്ഞുള്ളൂ, ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. ഈ നന്ദ ഇവിടെ ജീവനോടെ ഉള്ളിടത്തോളം കാലം നിന്നെ ഒരു ഹേമന്തും വന്ന് ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല. അത് മാത്രമല്ല ബാലാജി ഒരു കാരണവശാലും നിന്നെ ഇവിടുന്ന് വന്ന് കൊണ്ടുപോകത്തില്ലെന്ന് പറയാണ്. കോടതിയിൽ ആ ഇത് കൊടുക്കുന്നോടം വരെ, കോടതിയിൽ പോയി മൊഴി കൊടുക്കുന്നോടം വരെ നീ സുരക്ഷിതയായിരിക്കും. അതിന് ശേഷവും അതിന് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ ഞാൻ ഗൗതം സാറിനോട് പറഞ്ഞ് ശരിയാക്കിക്കോളാം. ഒരു കാരണവശാലും നിന്നെ ഇവിടുന്ന് ഇപ്പോൾ പറഞ്ഞു വിടില്ലെന്ന് പറയണം. ആ ഒരു ഉറപ്പ് ഗാഥയ്ക്ക് നന്ദ കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാലാജിയുടെ അടുത്തേക്ക് ഹേമന്ത് വരികയാണ്. അപ്പോൾ ബാലാജി വിളിപ്പിച്ചിരിക്കുകയാണ്. പിന്നീട് ഹേമന്തിനെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ. ഇത് കേട്ടിപ്പം ഹേമന്ത് പറഞ്ഞു, എനിക്കൊരു ഇച്ചിരി ധൈര്യക്കുറവുണ്ട്, കാരണം ACPയുടെ വീട്ടിലേക്കാണ് ചെല്ലണ്ടേ, അവിടെ ചെന്ന് എന്തെങ്കിലും പണി പാളിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യം നടക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ബാലാജി, നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നേ, ഞാനില്ല കൂടെ, നമ്മുടെ ആൾക്കാരും പുറത്ത് കാണും, ധൈര്യമായിട്ടിരുന്നു. പിന്നെ ആ ഗാഥ, അവൾ ഒരു കാരണവശാലും കോടതിയിൽ എത്താതിരിക്കേണ്ട എൻ്റെ ആവശ്യമാണ്, കാരണം അവളെ മാത്രം ഇനി ഭയന്നാൽ മതി, വേറെ ഒരു കൊമ്പനെ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. അവൾ കോടതിയിൽ എത്തി മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ദൈവം തമ്പുരാന് പോലും എന്നെ രക്ഷിക്കാൻ പറ്റില്ല, അറിയാലോ, അത്ര സ്ട്രോങ് ആയിട്ടുള്ള മൊഴിയായിരിക്കും അവൾ കൊടുക്കാൻ പോകുന്നത്. അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന, ഇത്രയും ഭീഷണിപ്പെടുത്തിയിട്ടും എത്ര രൂപ ഓഫർ ചെയ്തിട്ട് അവള് പറഞ്ഞ വാക്കുകളിൽ നിന്ന് മാറ്റി പറയാനായിട്ട് കൂട്ടാക്കാത്തവളവള്. അതുകൊണ്ട് അവളെ ഏറ്റവും സൂക്ഷിക്കണ്ടേ. അതാ ഞാൻ പറഞ്ഞു, ഒരു കാരണവശാൽ അവള് കോടതി വരില്ല. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ അവളെ വന്ന് കൂട്ടിക്കൊണ്ട് വരണം, ഇവിടെ പുറത്തെത്തിച്ചാൽ മാത്രം മതി, ബാക്കി കാര്യം ഈ ബാലാജി നോക്കിയാളെന്ന് പറയണം. ഹേമന്ത് പറഞ്ഞു, അതെ ബാലാജിയുടെ ധൈര്യമായിട്ടിരിക്കുക, അവളെ അവിടെ നിന്ന് ഇറക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാണ്. പിന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാലാജിയുടെ നോക്കിക്കോളൂല്ലോ, അതുകൊണ്ട് എനിക്കൊരു ഭയം ഇല്ലെന്ന് പറയാണ്. അങ്ങനെ ബാലാജിയുടെ ഫുൾ സപ്പോർട്ടോടുകൂടി ഹേമന്ത് നേരെ ഇന്ത്യവരത്തിലേക്ക് പോവാണ്. ഇന്ത്യവരത്തിലേക്ക് പോയി ഗാഥയെ കൂട്ടാനായിട്ട്. അപ്പൊ ഗാഥനെ അവിടെ നിന്ന് വിളിച്ചിറക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല, റിസ്ക്കുള്ള നന്ദ ഉള്ളിടത്തോളം കാലം അത് ഭയങ്കര റിസ്ക് ആണെന്നുള്ള കാര്യം ഹേമന്തിനും മനസ്സിലായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ബാലാജിയും വാപ്പച്ചനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഹേമന്ത് ഇന്ത്യവരത്തിലേക്ക് വരുവാണ് ഗാഥനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. പക്ഷെ നന്ദ ഉള്ളിടത്തോളം കാലം ഗാഥനെ അവിടുന്ന് പിടിച്ചിറക്കാനൊന്നും ഹേമന്തിന് സാധിക്കില്ല. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.